വെൽക്കം ഓൾ. നമ്മുടെ കോംപ്രഹെൻസീവിൽ, അതായത് CST 308 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച December 24 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ വാരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ. നമ്മൾ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള വെഞ്ചുറി മീറ്റർ, റോട്ടാമീറ്റർ, പിറ്റോട്ട് ട്യൂബ് അല്ലെങ്കിൽ ഒറിഫൈസ് മീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ അതിൽ വാരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. റോട്ടാമീറ്റർ ആണ് വാരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ. ഇത് നമ്മൾ ഹെഡാണ് നോക്കുക. ഇവിടെ വാരിയബിൾ ഏരിയ ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. സോ വാരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ ആണ് നമ്മുടെ റോട്ടാമീറ്റർ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിറ്റ് ഓഫ് ഡൈനാമാറ്റിക് വിസ്കോസിറ്റി. നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ആളാണ് മ്യൂ. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ പോയ്സ് ആണ്. ഓക്കെ, ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ബൈ റോ ആണ്. ഓക്കെ, ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരും കൂടിയാണ് മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. അപ്പോൾ അത് മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി ആയാലും ഹീറ്റിലെ തെർമൽ ഡിഫ്യൂസിവിറ്റി ആയാലും മാസിലെ ഡിഫ്യൂസിവിറ്റി ആയാലും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് നമ്മൾ CGS പറയാറുണ്ട് സ്റ്റോക്സ്, അതും അതിൻ്റെ യൂണിറ്റ് ആണ്. ഇപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിക്ക് പോയ്സ് പറയുന്ന പോലെ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് സ്റ്റോക്സ് പറയാറുണ്ട്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അതല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മിനിമം ഫ്ലൂയിഡൈസേഷൻ വെലോസിറ്റി. ഇപ്പോൾ നമ്മൾ ഫ്ലൂയിഡൈസേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പാക്ക്ഡ് ബെഡിൽ നമ്മൾ താഴെ നിന്ന് ഗ്യാസ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണം, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് ഫ്ലൂയിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സ്റ്റേറ്റിൽ നിന്ന് മൂവ്മെൻറ്റ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മിനിമം ഫ്ലൂയിഡൈസേഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, വെലോസിറ്റി അറ്റ് വിച്ച് ഫ്ലൂയിഡൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫ്ലൂയിഡൈസേഷൻ ബിഗിൻസ്. ഓപ്ഷൻ എ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നാലാമത്തെ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ്. ഇതും നമുക്ക് റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. ഇനീഷ്യൽ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഓക്കെ, റേഷ്യോ ഓഫ് ഇനീഷ്യൽ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്. ഓപ്ഷൻ ഡി. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബെർണോളിസ് ഇക്വേഷൻ ഫോർ സ്റ്റഡി ഫ്രിക്ഷൻലെസ് ഫ്ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അലോങ് എ സ്ട്രീം ലൈൻ ടോട്ടൽ പ്രഷർ കോൺസ്റ്റന്റ്, മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ്, വെലോസിറ്റി ഹെഡ് കോൺസ്റ്റന്റ്, നൺ ഓഫ് ദി അബവ്. നമ്മളവിടെ ഇക്വേഷൻ ആയിട്ട് പറയാം നമ്മളുടെ പ്രഷർ ഹെഡും കൈനറ്റിക് ഹെഡും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഹെഡും. ഓക്കെ, ഇവർ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. ബെർണോളിസ് ഇക്വേഷനിൽ മെക്കാനിക്കൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. Then around the question, a pipe of inner diameter 4 meter is bifurcated into two pipes of inner diameter 2 meter each. അപ്പോൾ നമ്മൾ 4 മീറ്ററുള്ള പൈപ്പിനെ ഞാൻ 2 മീറ്റർ പൈപ്പ് രണ്ടെണ്ണാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ മെയിൻ പൈപ്പ് കൂടിയുള്ള വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ത്രൂ ബൈഫർക്കേറ്റഡ് പൈപ്സ്, ഇതിലൂടെയുള്ള വെലോസിറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. A1 V1 = A2 V2. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പൈപ്പിനെ ഞാൻ 2 പൈപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത് 4 മീറ്റർ പൈപ്പിൽ 2 മീറ്റർ പൈപ്പ് വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നോക്കുമ്പോൾ എനിക്ക് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതായത് 4 മീറ്ററിൽ നിന്ന് ഞാൻ കൺവേർജ് ചെയ്തിട്ട് 2 മീറ്ററിലേക്ക് മാറ്റുന്ന പോലെയല്ല, 2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ A1 V1 = A2 V2 എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 A2 V2 എടുക്കേണ്ടി വരും. ഓക്കെ, A1 V1 = 2 times A2 V2. അതായത് ഈ പൈപ്പും ഉണ്ട്, ഈ പൈപ്പും ഉണ്ട്, 2 പൈപ്പുണ്ട്. ഓക്കെ, A1 V1 = 2 A2 V2. ഇനി നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ പൈപ്പിൻ്റെ കേസിൽ ഡയമീറ്റർ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ഡയമീറ്റർ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. ഇപ്പോൾ ഏരിയ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 5/4 D1² V1 = 5/4 D2² V2. ശരിയല്ല? രണ്ട് സൈഡിലും 5/4 കോമൺ ആയിട്ടുണ്ട്. എനിക്ക് കട്ട് ചെയ്യാം. ഡയമീറ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 4 ആണ്. അപ്പോൾ 4²
V1 എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ആണ്. അതായത് ഫസ്റ്റ് പൈപ്പിൽ ഡയമീറ്റർ 4 ആണ്, ദെൻ അതിൻ്റെ വെലോസിറ്റി 5 ആണ്. സോ 4 സ്ക്വയർ ഇൻറ്റു 5 ഈക്വൽ ടു 2 ഇൻറ്റു ദെൻ സെക്കൻഡ് പൈപ്പിലെ ഡയമീറ്റർ, അതായത് നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത 2 പൈപ്പ് ഉണ്ട്, അതിൻ്റെ ഡയമീറ്റർ 2. സോ 2 സ്ക്വയർ ഇൻറ്റു വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V2. അപ്പോൾ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 16 2 കൂടെ കട്ട് ചെയ്താൽ 8. സോ 8 5 40, 40 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു V2 എന്ന് വെച്ചാൽ 4V2. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ 4/4 എന്ന് പറയുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഓപ്ഷൻ ബി 10 മീറ്റർ പെർ സെക്കൻഡ്. Next, for flow through a horizontal system, the ratio of exit pressure to inlet pressure is found to be greater than 1. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിച്ചു വയ്ക്കാം. സിസ്റ്റം ഡൈവേർജിങ് പൈപ്പ് ലൈൻ ആണ്. ഇതിൻ്റെ തിരിച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ സിസ്റ്റം കൺവേർജിങ് പൈപ്പ് ലൈൻ ആയിരിക്കും. അതായത് നമ്മളുടെ ബെർണോളിസ് ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം P/ρg പ്ലസ് V²/2g ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ 2 കേസ് എടുക്കുകയാണെങ്കിൽ P1/ρg പ്ലസ് V1²/2g ഈക്വൽ ടു P2/ρg പ്ലസ് V2²/2g. ഓക്കെ, ഹൊറിസോണ്ടൽ സിസ്റ്റം ആണ്. നമുക്കപ്പോൾ പൊട്ടൻഷ്യൽ ഹെഡ് എടുക്കേണ്ട കാര്യമില്ല. റെഡിയല്ല? അപ്പോൾ നമ്മൾ ഇതിൽ P1 മൈനസ്, അല്ലെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് പ്രഷർ ടു ഇൻലെറ്റ് പ്രഷർ, അപ്പോൾ ഞാൻ എക്സിറ്റ് പ്രഷർ ഇപ്പോൾ ഞാൻ P2 കൊടുക്കാം, ഇൻലെറ്റ് പ്രഷറിന് P1 കൊടുക്കാം. സോ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് എക്സിറ്റ് പ്രഷർ ടു ഇൻലെറ്റ് പ്രഷർ ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ P2/P1, ഞാൻ P2 എക്സിറ്റ് കൊടുത്ത് P1 ഇൻലെറ്റും കൊടുത്തു. P2/P1 ഗ്രേറ്റർ ദാൻ 1 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ P2 മൈനസ് P1/ρg ഈക്വൽ ടു, എന്ത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ P2 മൈനസ് P1 V1² മൈനസ് V2²/2g. ഓക്കെ, P2/P1 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് P2 ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കും. P2 ഗ്രേറ്റർ ദാൻ P1 ആണെങ്കിൽ P2 മൈനസ് P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അതായത് ദിസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ V1² മൈനസ് V2² ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ V1 ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, വെലോസിറ്റി, അതായത് ഇൻലെറ്റ് വെലോസിറ്റി ആണ് കൂടുതൽ, എക്സിറ്റ് വെലോസിറ്റി കുറവാണ്. അപ്പോൾ എക്സിറ്റ് വെലോസിറ്റി കുറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം വെലോസിറ്റി കുറയണമെങ്കിൽ എന്ത് വരണം? ഏരിയ കൂടണം. ഓക്കെ, എക്സിറ്റ് വെലോസിറ്റി ഇവിടെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറയുകയാണെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഡൈവേർജിങ് ആയിരിക്കും. അപ്പോൾ എക്സിറ്റ് പ്രഷർ ടു ഇൻലെറ്റ് പ്രഷർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജിങ് ആയിരിക്കും, നേരെ തിരിച്ചാണെങ്കിൽ കൺവേർജിങ് ആയിരിക്കും. അതായത് നേരെ തിരിഞ്ഞ് വരും, V1 ലെസ് ദാൻ V2 വരും. അപ്പോൾ വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺവേർജിങ് പൈപ്പ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ ബി. ദെൻ ടൂത്ത് പേസ്റ്റ് നമ്മൾ സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ബിംഗം പ്ലാസ്റ്റിക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബിംഗം പ്ലാസ്റ്റിക്കിന് ഒരു എക്സാമ്പിളാണ് ടൂത്ത് പേസ്റ്റ്. അതായത് ഒരു സ്ട്രെസ്സ്, മിനിമം സ്ട്രെസ്സ് കിട്ടിക്കഴിഞ്ഞാലേ ഫ്ലോ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുള്ളൂ. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ബിംഗം പ്ലാസ്റ്റിക്കിന് ഒരു എക്സാമ്പിളാണ്. ദെൻ കൺസിഡർ ഡെക്റ്റ് ഓഫ് സ്ക്വയർ ക്രോസ് സെക്ഷൻ ഓഫ് സൈഡ് ബി ഹൈഡ്രോളിക് റേഡിയസ്. ഈ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്. എന്നുവെച്ചാൽ എൻ്റെ ഫ്ലോ നടക്കുന്നത് ഒരു സ്ക്വയറിൽ കൂടിയാണ്, അതിൻ്റെ സൈഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് നമ്മുടെ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളുടെ ഈ സ്ക്വയറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, ഫ്ലോ ക്രോസ് സെക്ഷൻ ഏരിയ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. നമുക്കറിയാം B² ആയിരിക്കും ഏരിയ. ഓക്കെ, ഇനി വെറ്റഡ് പെരിമീറ്റർ എങ്ങനെയാണ് നോക്കുക എന്ന് പറഞ്ഞാൽ, ഇതിൽ കൂടെ ഫ്ലോ നടക്കുമ്പോൾ ഈ സൈഡ് നനയും, ഈ സൈഡ് നനയും, ഈ സൈഡ് നനയും, ഈ സൈഡ് നനയും, അല്ലേ? 4 സൈഡ് നനയും. 4 സൈഡ് നനയും എന്ന് പറയുമ്പോൾ വെറ്റഡ് പെരിമീറ്റർ 4B ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലോ ക്രോസ് സെക്ഷൻ ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ, ഇതാണ് ജനറലി ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഇക്വേഷൻ. സോ B²/4B എന്ന് പറയുമ്പോൾ ബിയും B² കട്ട് ചെയ്യുമ്പോൾ ബാക്കി ഓപ്ഷൻ B B/4. ഓക്കെ,
ദെൻ പത്താമത്തെ ഫോർ എ ലാമിനാർ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്, ഇവിടെ ലാമിനാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാമിനാർ ആകുമ്പോൾ നമ്മൾ F is equal to 16/RE റിലേഷൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൈജൻ-പോയ്സൺ ഇക്വേഷൻ പ്രെഡിക്റ്റ് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് ടു ബി പ്രൊപ്പോർഷണൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഹൈജൻ-പോയ്സൺ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം ഡെൽറ്റ പി is equal to 32 into mu into L into D divided by V square. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ തിരിച്ചു mu into V divided by D square. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി is equal to ഡെൽറ്റ പി into D square divided by 32 into mu into L. ഓക്കെ, ഡയമെൻഷനലി ബാലൻസ്ഡ് ആണ്, അതായത് ഡെൽറ്റ പി എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഡയമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആയിരിക്കും. പക്ഷെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് വോളിയോമെട്രിക് ഫ്ലോ റേറ്റിൻ്റെ പ്രൊപ്പോർഷണൽ ആണ്, വെലോസിറ്റീൻ്റെ പ്രൊപ്പോർഷണൽ അല്ല. അപ്പോൾ വെലോസിറ്റിക്ക് ഡെൽറ്റ പി ഡി സ്ക്വയർ ബൈ 32 mu L ആണ്. നമുക്കറിയാം വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി. ഇപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം π/4 d സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ π/4 ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ പി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 32 mu L എന്ന് പറയുമ്പോൾ ടോട്ടൽ d⁴ വരും. ഓക്കെ, വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു d⁴. ഇപ്പോൾ d⁴ വരിക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും r⁴, കാരണം d എന്ന് പറഞ്ഞാൽ r/2 ആണ്. സോ d⁴ വരുന്നുണ്ടെങ്കിൽ r⁴/16 വരുന്നുണ്ടാവും. എന്നോട് പ്രൊപ്പോർഷണാലിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ആറിൻ്റെ പവറിൽ ആരുണ്ടാവും, 4 ഉണ്ടാവും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി r⁴. ഇനി വെലോസിറ്റി മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് പറയാം d സ്ക്വയർ, കാരണം എൻ്റെ ഹൈജൻ-പോയ്സൺ ഇക്വേഷൻ പ്രകാരം 32 mu L V d സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് ഡെൽറ്റ പി ബൈ എൽ is equal to 32 mu V d സ്ക്വയർ. അതായത് എഫിനെ നമ്മുടെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റിലേഷൻസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ റിലേഷൻ. ഓക്കെ, അതായത് ലാമിനാർ ഫ്ലോ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എഫിനെ നമുക്ക് ആ റിലേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് F equal to 16/RE. In an ideal gas mixture, fugacity of a component in the mixture is equal to. ഈ ഫുജാസിറ്റിനെ പറ്റിയിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് എന്ന് പറയുന്നത് ഫുജാസിറ്റീൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഐഡിയൽ ഗ്യാസിൽ നമുക്കറിയാം ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു മോഡലാണ്. റിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഐഡിയൽ ഗ്യാസിൽ നിന്ന് വാരി ചെയ്യാം. നമ്മൾ സാധാരണ പറയാം റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് അറ്റ് ലോ പ്രഷർ. ഇപ്പോൾ ലോ പ്രഷറിൽ എനിക്ക് PV = nRT പോസിബിൾ ആയിരിക്കും. പക്ഷേ ഹൈ പ്രഷറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിയൽ കേസിലേക്ക് വരുമ്പോൾ ഈ ഇക്വേഷൻ പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ പ്രഷറിന് പകരം ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് ഫുജാസിറ്റി എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഫുജാസിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ അതേ യൂണിറ്റാണ്. പ്രഷറിന് പകരമാണ് ഞാൻ ഫുജാസിറ്റി ഉപയോഗിക്കുന്നത്. ഫുജാസിറ്റി ഓഫ് കമ്പോണൻറ്റ്, നമ്മൾ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഫുജാസിറ്റി ഓഫ് കമ്പോണൻറ്റ് എന്ന മിക്സർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. എപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസ്. ഓക്കെ, ഐഡിയൽ ഗ്യാസിൽ ഫുജാസിറ്റിയും പ്രഷർ ഈക്വലാണ്. അപ്പോൾ ഫുജാസിറ്റി ഓഫ് കമ്പോണൻറ്റ്, നമ്മൾ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ ഫുജാസിറ്റിൻ്റെ യൂണിറ്റ് പ്രഷറിൻ്റെ അതേ യൂണിറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു കേസ് ഉണ്ട്, ലിമിറ്റ് P → 0 F/P എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് പ്രഷർ 0ലേക്ക് പോകുമ്പോൾ ഫുജാസിറ്റിയും പ്രഷറും ഈക്വൽ ആവും. എന്ന് വെച്ചാൽ ലോ പ്രഷറിൽ ഫുജാസിറ്റി സാധാ പ്രഷർ തന്നെയാണ്, കാരണം ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യും. ഓക്കെ, റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് അറ്റ് ലോ പ്രഷർ. അതുകൊണ്ടാണ് ലിമിറ്റ് P → 0 F/P = 1 എന്ന് എഴുതുന്നത്. ഓക്കെ, F/Pക്ക് നമ്മൾ പറയുന്നതാണ് ആക്ടിവിറ്റി അല്ല, ഫുജാസിറ്റി കോഎഫിഷ്യൻറ്റ് 5 is equal to F/P. ഫുജാസിറ്റി കോഎഫിഷ്യൻറ്റ് ഡയമെൻഷൻസ് ആണ്, പക്ഷേ ഫുജാസിറ്റി ഡയമെൻഷനുള്ള ആളാണ്, അയാളുടെ ഡയമെൻഷൻ പ്രഷറിന് ഈക്വൽ ആണ്. എന്നുവെച്ചാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ബാർ ആണെങ്കിൽ ബാർ, പാസ്കൽ ആണെങ്കിൽ പാസ്കൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൽ പറ്റിയ ആൾ എന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പറേച്ചറാണ്. വോളിയം ഡിപ്പെൻഡ് ആണ്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ബക്കറ്റ് വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യും. അപ്പോൾ മാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി, ഓക്കെ, എൻതാൽപ്പി, നമ്മളെ മെയിനായിട്ടുള്ള നമ്മളുടെ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടി എല്ലാം എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്.
ടെമ്പറേച്ചർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം എക്സ്റ്റൻസീവ് ആണ്, ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവ് ആണ്, എൻതാൽപ്പി എക്സ്റ്റൻസീവ് ആണ്. ഓക്കെ, പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് വോളിയം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ്. ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് നമ്മൾ പറയാം നമ്മളുടെ എൻതാൽപ്പി കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ്. അതായത് ഡോട്ട് ടി ബൈ ഡോ പി അറ്റ് എച്ച്, എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് നമ്മൾ ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റിൽ പറയാനുള്ളത്. മ്യൂ ജെ ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് എച്ച്. അപ്പോൾ ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചറും ഉണ്ട് പ്രഷറും ഉണ്ട്, ബോത്ത് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓപ്ഷൻ സി. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് കൺസേൺ വിത്ത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, ഓക്കെ, 0 ആയിരിക്കും അറ്റ് ആബ്സല്യൂട്ട് 0. അപ്പോൾ ദ വാല്യൂ ഓഫ് ആബ്സല്യൂട്ട് എൻട്രോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ വാല്യൂ ഓഫ് ആബ്സല്യൂട്ട് എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, okay, perfect crystalline substance is 0 at absolute 0. okay, അതാണ് തേർഡ് ലോ. സോ വാല്യൂ ഓഫ് ആബ്സല്യൂട്ട് എൻട്രോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ആക്ടിവിറ്റി ഓഫ് എ കമ്പോണന്റ് ഇൻ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ ഫിജാസിറ്റി പോലെ നമ്മൾ പറയുന്ന വേറൊരാളാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറയുന്ന ആൾ ശരിക്കും നമ്മൾ റൗൾസ് ലോ എന്ന് പറയുന്ന ഒരാൾ പഠിക്കുന്നുണ്ട്. PA = PA0 × XA. മാസ് ട്രാൻസ്ഫറിലോ നമ്മൾ പഠിക്കും റൗൾസ് ലോ അല്ലേ. ഈ റൗൾസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ കേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിയൽ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഈ പ്രഷറിനെ മാറ്റിയിട്ട് നമ്മൾ ആരെ തന്നെ കൊണ്ടുവരും? ഫിജാസിറ്റീനെ കൊണ്ടുവരും. പക്ഷേ മോൾ ഫ്രാക്ഷന് പകരം അല്ലെങ്കിൽ കോൺസെൻട്രേഷന് പകരം ഒരു എഫക്റ്റീവ് കോൺസെൻട്രേഷൻ കൊണ്ടുവരുന്നതാണ് ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞു ഫിജാസിറ്റി എന്ന് പറയുന്ന ആൾ പ്രഷറിന് പകരമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആൾ ഈ എക്സിന് പകരം കൊണ്ടുവരുന്ന ആളാണ് റിയൽ സൊല്യൂഷനിൽ. സൊല്യൂഷൻ്റെ കേസാണ്. ഐഡിയൽ സൊല്യൂഷന് പകരം ഞാൻ റിയൽ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ എക്സിന് പകരം ഞാൻ എനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്ന വെച്ചാൽ PA = γA × XA × PA0 എന്ന് പറഞ്ഞിട്ടാണ് മോഡിഫൈ ചെയ്യുക. അതിൽ ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റി ബൈ മോൾ ഫ്രാക്ഷൻ ആണ്. അതായത് ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് ഗാമ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഗാമയ്ക്ക് ഞാനിവിടെ A/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ എയും എക്സും കട്ടാവും, ബാക്കി A × PA0 വരും. പക്ഷേ ആക്ടിവിറ്റി × PA0 എന്നല്ല നമ്മൾ എഴുതുക, ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് × മോൾ ഫ്രാക്ഷൻ × PA0 എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. മെയിനായിട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഉള്ളതാണ്. ഫിജാസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രഷറിന് എന്ന് വെച്ചാൽ റിയൽ കേസും ഐഡിയൽ കേസും. ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിയൽ സൊല്യൂഷൻ, ഐഡിയൽ സൊല്യൂഷൻ അത് മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടെ. എൻട്രോപ്പീൻ്റെ കേസ്. എൻട്രോപ്പി എന്ന് പറയുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ അത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എല്ലാം അധികം എക്സ്റ്റൻസീവ് ആണ്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദി എനർജി ചേഞ്ച് ഓഫ് എ സിസ്റ്റം അണ്ടർഗോയിങ് എനി റിവേഴ്സൽ പ്രോസസ് ഈസ് 0. ഇതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ലോവർ ടെമ്പറേച്ചർ ടു എ ഹയർ ടെമ്പറേച്ചർ. സി ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഡി നൺ ഓഫ് ദി അബോവ്. ഇപ്പോൾ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ട്. നമ്മളുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും. ഇതിൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റിനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിലതേ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഹീറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള നോട്ട് പോസിബിൾ ടു കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് വർക്ക് ടു ഹീറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ എന്താ പറയുക കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ നോട്ട് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ, അതാണ് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയും. അപ്പോൾ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൽ പറ്റിയ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി. A closed system is cooled reversibly from 100 degrees Celsius to 50 degrees Celsius. If no work is done on the system, its internal energy decreases and its entropy increases. യും എസും ഇൻറ്റേർണൽ എനർജിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീ എന്താ പറയുക മെഷർ ഓഫ് ഡിഗ്രി ഓഫ് റാൻഡംനെസ് ആണ് അല്ല, അല്ലെങ്കിൽ ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഗ്യാസിനായിരിക്കും എൻട്രോപ്പി കൂടുതൽ ലിക്വിഡായിട്ട് കമ്പയർ ചെയ്യുന്നത്. ദെൻ സോളിഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിനായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ തേർഡ് ലോയിൽ പറയുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ സോളിഡിലേക്കാണ് നമ്മൾ വരുന്നത്. ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ സോളിഡ് ആണ് അല്ലേ, സോളിഡിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ, സോളിഡ്, അമോർഫസ് സോളിഡ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ സോളിഡിലേക്ക് വരുമ്പോഴാണ് എൻട്രോപ്പി മിനിമം ആവുന്നത്. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് എൻട്രോപ്പി ഓഫ് പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് 0 എന്ന് പറയും. അപ്പോൾ സോളിഡിലാണ് എൻട്രോപ്പി കുറവ്, ലിക്വിഡിൽ എൻട്രോപ്പി കൂടുതലായിരിക്കും, ഗ്യാസിൽ എൻട്രോപ്പി അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താ, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറച്ചാൽ ലിക്വിഡിലേക്ക് വരാം അല്ലേ, കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ പ്രഷറല്ല ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാം. ഇവിടെ നോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഹീറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും നമുക്ക് എന്ത് പറയാം, ഡിക്രീസസ് ആയിരിക്കും. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഡിക്രീസസ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം യു എനിക്ക് ക്യൂവും ഡബ്ല്യു ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഹീറ്റും കുറയണം. അതേപോലെ തന്നെ നമുക്കറിയാം എസ് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് എസ്സും കുറയും. സോ യു ആൻഡ് എസ് ബോത്ത് ഡിക്രീസസ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. The next, consider reaction with the standard free energy change delta G0 200. Choose most appropriate statement for feasibility of the reaction. നമ്മൾ സാധാരണ ഡെൽറ്റ G0 മൈനസ് സ്പോണ്ടേനിയസ്, പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഡെൽറ്റ G0ൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ എപ്പോഴും അത് ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ള കേസിൽ നമ്മൾ റിയാക്ഷൻസ് ചില കേസിലൊക്കെ പോസിറ്റീവ് ആണെങ്കിലും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, റിയാക്ഷൻസ് മേ ഓർ മേ നോട്ട് ബി പോസിബിൾ. ഓപ്ഷൻ സി, മേ ഓർ മേ നോട്ട് ബി പോസിബിൾ. ദെൻ all spontaneous processes are. Then 20th question, spontaneous പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ് നമ്മൾ പറയാറ് നാച്ചുറലി ഒക്യൂറിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് നമ്മൾ പറയാം. നാച്ചുറലി ഒക്യൂറിങ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് വേണമെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാം ബൈ യൂസിങ് എക്സ്റ്റേണൽ ഏജൻസി. പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്യാം ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ്. ദ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഹീറ്റ് ഫ്ലക്സ് അക്രോസ് ആൻ ഇൻസുലേറ്റിംഗ് വാൾ വിത്ത് തെർമൽ കണ്ടക്ടിവിറ്റി. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, ദെൻ ഹീറ്റ് ഫ്ലക്സ് തന്നിട്ടുണ്ട്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലക്സ് ആണ്. അതേപോലെ ടെമ്പറേച്ചർ ഓഫ് ഇൻസൈഡ് വാൾ തന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് വാളാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് Q = K × ഡെൽറ്റ T ബൈ തിക്നെസ് ഞാൻ എക്സ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കൺവെക്ഷൻ ആണെങ്കിൽ നമ്മൾ Q = H × ഡെൽറ്റ T. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫറിൽ ചോദിക്കുന്ന വേറെ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ എൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റീൻ്റെ യൂണിറ്റും അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റും അതൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ Q = K × A × ഡെൽറ്റ T ബൈ എക്സ്. ഇവിടെ ഹീറ്റ് ഫ്ലക്സ് ആണ് തന്നിരിക്കുന്നത്, എന്ന് വെച്ചാൽ Q/A ആണ് തന്നിരിക്കുന്നത്. വേണമെങ്കിൽ എഴുതാം സ്മോൾ Q = K × ഡെൽറ്റ T ബൈ എക്സ്. അപ്പോൾ സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ 10, തെർമൽ കണ്ടക്ടിവിറ്റീൻ്റെ വാല്യൂ 0.04, ഡെൽറ്റ T എനിക്ക് അറിയില്ല. ഒരു ടെമ്പറേച്ചർ തന്നിട്ട് രണ്ടാമത്തെ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഡെൽറ്റ T കണ്ടുപിടിക്കാം. വാളിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട് 0.16. ഓക്കെ, ഞാനിവിടെ 100 മൾട്ടിപ്ലൈ ആണെങ്കിൽ 0.04 4 0.16 16 സോ 4ഉം 16ഉം കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 4 ഞാൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 40 = ഡെൽറ്റ T. അതായത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ മൈനസ് ഇൻസൈഡ് ടെമ്പറേച്ചർ. ഓക്കെ, കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹീറ്റ് സംഭവിക്കുന്നത് ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണ്. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് ഔട്ട്സൈഡ് മൈനസ് ഇൻസൈഡ് = 40. ദെൻ ഇൻസൈഡ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് -5. അപ്പോൾ TO - -5 = 40 എന്ന് പറഞ്ഞാൽ TO + 5 = 40 ആണെങ്കിൽ TO = 40 - 5 35 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി. ഓക്കെ, 21 സി. Then 22nd, heat transfer occurs by natural conversion because change in temperature causes difference in. നമ്മൾ പറയാറുണ്ട് നാച്ചുറൽ കൺവേർഷൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പറയാറുള്ളത് ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ ബോയൻസി എന്നുള്ള ടേംസ് ചിലർ ഉപയോഗിക്കാറുണ്ട്. അതായത് ഡെൻസിറ്റി ഡിഫറൻസിലാണ് നമ്മൾ ബോയൻസി പറയാറുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ കൺവെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക ഡെൻസിറ്റി ഡിഫറൻസ്. ഓപ്ഷൻ ബി.
Then the hydrodynamic and thermal boundary layer will merge when നമുക്ക് പ്രാൻഡിൽ നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇതാണ് Cp/K, അതായത് മൊമെന്റം ഡിഫ്യൂസിവിറ്റി ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്. ഇവിടെ ഞാൻ റോ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ μ/ρനെ ന്യൂ എഴുതാം, Cp/K/ρനെ എനിക്ക് ആൽഫ എഴുതാം. ഇപ്പോൾ ν/ആൽഫയാണ് പ്രാൻഡിൽ നമ്പർ. അപ്പോൾ മൊമെന്റം ഡിഫ്യൂസിവിറ്റി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. മൊമെന്റം ഡിഫ്യൂസിവിറ്റി എന്ന് വെച്ചാൽ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറിന് പ്രൊപ്പോർഷനാണ്. തെർമൽ ഡിഫ്യൂസിവിറ്റി തെർമൽ ബൗണ്ടറി ലെയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഹൈഡ്രോഡൈനാമിക്കും തെർമൽ ബൗണ്ടറി ലെയറും മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ 1 ആയിരിക്കും. ഹൈഡ്രോഡൈനാമിക്കും തെർമൽ ബൗണ്ടറി ലെയറും മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ 1 ആയിരിക്കും. ഇപ്പോൾ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് ഗ്രേറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഗ്രേറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അന്നേരം നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് പ്രാൻഡിൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. ഇവിടെ രണ്ടും തമ്മിൽ മെർജ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടും ഈക്വൽ ആവുകയാണെന്നാണ്. അപ്പോൾ ഹൈഡ്രോഡൈനാമിക്കും തെർമൽ ബൗണ്ടറി ലെയറും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് പ്രാൻഡിൽ നമ്പർ 1 ആണ്. ഓക്കെ, അതേപോലെ സ്കിമിഡിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ μ/ρ/dAB ആണ്, അല്ലെങ്കിൽ μ/dAB ആണ്. എന്ന് വെച്ചാൽ മൊമെന്റം ബൈ മാസ്. അന്നേരം നമ്മൾ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറും കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയറും ആണ് പറയാം. ഓക്കെ, അത് മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കിമിഡിറ്റ് നമ്പർ 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രാൻഡിൽ നമ്പർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു മൊമെന്റം ഡിഫ്യൂസിവിറ്റി ടു തെർമൽ ഡിഫ്യൂസിവിറ്റി. സ്കിമിഡിറ്റ് നമ്പർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൊമെന്റം ടു മാസ് ഡിഫ്യൂസിവിറ്റി. നെക്സ്റ്റ് ബാക്ക്വേർഡ് ഫീഡ് മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ഓവർ ഫോർവേഡ് ഫീഡ് യൂണിറ്റ്. ദ അഡ്വാൻറ്റേജ് ഓഫ് ബാക്ക്വേർഡ് ഫീഡ് മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ഓവർ ഫോർവേഡ് ഫീഡ്. നമ്മൾ ബാക്ക്വേർഡ് ഫീഡ് എടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫീഡ് കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് എഫക്റ്റിലായിരിക്കും. ഓക്കെ, ലാസ്റ്റ് എഫക്റ്റിലാണ് ഫീഡ് കൊടുക്കുക. പക്ഷേ സ്റ്റീമിന് ഫ്ലോയ്ക്ക് മാറ്റമൊന്നുമില്ല. സ്റ്റീം ഫസ്റ്റ് എഫക്റ്റ് കൊടുക്കുന്ന, അതിൻ്റെ വാപ്പർ എടുത്ത് സെക്കൻഡ് എഫക്റ്റ് കൊടുക്കുന്ന, അതിൻ്റെ വാപ്പർ എടുത്ത് തേർഡ് എഫക്റ്റിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ഫീഡ് കൊടുക്കുമ്പോൾ 10% കോൺസെൻട്രേഷനിൽ വിചാരിച്ചോ. ഇവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും, 20%. സെക്കൻഡിൽ നിന്ന് വരുമ്പോൾ 30%. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 40%. അതായത് കോൺസെൻട്രേഷൻ കൂടിയ ആൾക്കാണ് ഹൈ ടെമ്പറേച്ചർ കിട്ടുക. ഓക്കെ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്തോറും കോൺസെൻട്രേഷൻ കൂടി വരും അല്ലേ. ഫീഡ് ചെറിയ കോൺസെൻട്രേറ്റഡ് ആണ്. ഫസ്റ്റ് എഫക്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് ലാസ്റ്റ് എഫക്റ്റിലാണ് ഞാൻ ഫീഡ് കൊടുക്കുന്നതെങ്കിലും ലാസ്റ്റ് എഫക്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ കൂടും. അടുത്തതിൽ കയറി ഇറങ്ങുമ്പോൾ പിന്നെയും കൂടും, അടുത്തതിൽ കയറി ഇറങ്ങുമ്പോൾ പിന്നെയും കൂടും. അപ്പോൾ ഞാൻ സ്റ്റീം കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്, ഫസ്റ്റ് എഫക്റ്റിലാണ്. അപ്പോൾ ഫസ്റ്റ് എഫക്റ്റിൽ കൂടുതൽ കയറി വരാ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് ഈസ് അറ്റ് ഹയസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അതാണ് ബാക്ക്വേർഡ് ഫീഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കസ് ലിക്വിഡിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ, ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിയതിലേക്കാണ് ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് നിന്ന് സെക്കൻഡിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് പമ്പ് ആവശ്യമുണ്ട്. സോ ദർ ഈസ് നോ അഡീഷണൽ കോസ്റ്റ് ഓഫ് പമ്പിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ പമ്പിങ് എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The thermal radiative flux from a surface of emissivity 0.4 is 22.68 kilowatt per meter square. The approximate surface temperature. ഇവിടെ നമുക്ക് എമിസിവിറ്റി തന്നിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എമിസിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ എമിസിവിറ്റി തന്നിട്ടുണ്ട്. സോ T⁴ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം.